ഫ്രോക്ക് നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നൈറ്റി പീസ് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഫോൾഡ് വരുന്ന വശം നമുക്ക് നേരെയും തേര് വശം എതിരായിട്ട് വരുന്ന രീതിയിൽ ഇടുക. ഇത് ഡബിൾ ഷെയ്ഡ് വരുന്നൊരു പീസ് ആയതുകൊണ്ട് ആ പ്ലെയിൻ ആയിട്ടുള്ള പീസും ആ ഡിസൈൻ വരുന്ന പീസും ഒരേ രീതിയിൽ വരത്തക്ക രീതിയിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് പോലെ മടക്കിയിടുക. അപ്പം അപ്പുറത്തെ സൈഡിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്യാം. ഞാൻ 2.5 ഇഞ്ചാണ് നെക്ക് എടുത്തേക്കുന്നത്, 4 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ എടുത്തേക്കുന്നത്. അളവുകളെല്ലാം ഞാൻ കൃത്യമായിട്ട് വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പേപ്പറിൽ വരച്ച് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഞാൻ വെട്ടുന്നത്. അതേ അളവുകൾ തന്നെയാണ് ഇതിൽ ഈ നൈറ്റി പീസിലും കാണിച്ചേക്കുന്നത്. നമുക്ക് നെക്കിൻ്റെ വിടുത്ത് ഞാൻ എടുത്തേക്കുന്നത് 2.5 ഇഞ്ചും ഷോൾഡർ 4 ഇഞ്ച് വേണം. ആ കറക്റ്റ് ആ 6.5 ഇഞ്ച് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ആം ഹോളും എടുത്തേക്കുന്നത്. ആം ഹോൾ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക, 6.5 ഇഞ്ച്. ഇതൊരു ലാർജ് സൈസ് ഉപയോഗിക്കുന്നവർക്ക് പറ്റുന്ന അളവാണ്. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് രണ്ട് സൈഡിൽ നിന്നും 6.5 ഇഞ്ച് വരത്തക്ക രീതിയിൽ മാർക്ക് ചെയ്തിട്ട് ഒരു സ്കെയിൽ കൊണ്ട് വരച്ചു കൊടുക്കുക. ഇനി അത് കറക്റ്റായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആം ഹോളിൻ്റെ അവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ ലൈനും കൂടെ വരത്തക്ക രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആം ഹോൾ കർവ് വരയ്ക്കാനായിട്ട് അതിനായിട്ട് നമുക്ക് വീണ്ടും മേളിൽ നിന്ന് 6.5 ഇഞ്ച് കറക്റ്റായിട്ട് വരത്ത രീതിയിൽ മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ കൊണ്ട് അവിടെ വരച്ച് കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് അളവ് എനിക്കിവിടെ 20 വേണ്ടത്. അതിൻ്റെ പകുതി ഞാൻ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 20 ഇഞ്ചാകുമ്പം അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത്, 10 ഇഞ്ച് എടുത്തിട്ട് അത് നമുക്ക് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ കർവ് മാർക്ക് ചെയ്യാനായിട്ട് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ആ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ 6.5 ഇഞ്ചല്ലേ എടുത്തത്, 6.5 ഇഞ്ചിൻ്റെ പകുതി. അത് എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ടേപ്പ് ഇങ്ങനെ മടക്കുന്നത്. തുടക്കക്കാർക്കൊപ്പം മനസ്സിലാകും. മടക്കുമ്പോൾ ആ പോയിൻ്റ് എവിടെയാണോ വരുന്നത് ആ പോയിൻറ്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഞാൻ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ വരവിൽ കൂടെ നല്ലതുപോലെ കർവ് ചെയ്ത് വരച്ചെടുക്കുക. അതാണ് കറക്റ്റായിട്ട് ആം ഹോൾ നമ്മൾ വരച്ച് കൊടുക്കുന്നത്. നമുക്കിനി ഫ്രണ്ട് ഭാഗം നമ്മൾ ഇച്ചിരി കുഴിച്ച് വിട്ടും ബാക്കി ഭാഗം നമുക്കിങ്ങനെ വരച്ചെടുക്കാം. ഇനി നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, 2 ഇഞ്ച് കൊടുക്കുന്നില്ല ഞാനിവിടെ, 1.5 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. അത് ഫ്രോക്ക് നൈറ്റി അല്ലേ, കുറച്ച് മതി. നമുക്ക് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം. ഷേപ്പ് മാർക്ക് ചെയ്യാനായിട്ട് എനിക്കിവിടെ 13 ഇഞ്ചാണ് വേണ്ടത്. ആ 13 ഇഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് എനിക്ക് 19 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 19 ഇഞ്ചാകുമ്പോൾ അതിൻ്റെ പകുതി 9.5 ഇഞ്ച്, 9 9 18, അതിൻ്റെ കൂടെ അരയൊക്കെ കൂട്ടുമ്പോൾ 9.5 ഇഞ്ചിന് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അത് നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി നമ്മുടെ വേസ്റ്റ് അളവ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. വേസ്റ്റ് അളവ് എനിക്കിവിടെ കിട്ടുന്നത് 21 ഇഞ്ചാണ്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് 21 ഇഞ്ചാണ് കിട്ടേണ്ടത്. ആ 21 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടുത്തെ എനിക്ക് വിഡ്ത്ത് കിട്ടുന്നത് 22 ഇഞ്ചാണ്. 22 ആകുമ്പോൾ അതിൻ്റെ പകുതി 11. നമ്മൾ മേളിൽ ചെസ്റ്റ് അളവ് 10 എടുത്തേക്കുന്നത്, ഇവിടെ വേസ്റ്റ് അളവ് 21 കിട്ടിയേക്കുന്നത്. 22 കിട്ടിയേക്കുന്നത്. അതിൻ്റെ പകുതി ഞാൻ 11 അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലായിടത്തും 1.5 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ ശകലം ലൂസൂടെ കൊടുത്താൽ കുഴപ്പമില്ല. കാരണം നമ്മൾ അമ്പർല പോലെ ലൂസിട്ട് തയ്ക്കുന്നതല്ലേ. അങ്ങനെ നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നമുക്കൊരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഷേപ്പ് ചെയ്തതിന് അവിടെ നിന്ന് നമുക്ക് വണ്ണം കൂട്ടേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക, 1 ഇഞ്ച്. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി അതെല്ലാം കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. നല്ലപോലെ ആ തയ്യൽ തുമ്പിൻ്റെ വരയിലായിരിക്കണം വരയ്ക്കുന്നത്. കട്ട് ചെയ്യേണ്ടതും തയ്യൽ തുമ്പിൽ കൂടെ ആയിരിക്കണം. ഇനി നമുക്ക് താഴേക്ക് എനിക്ക് ഫുൾ ലെങ്ത് വേണ്ടുന്നത് 37 ഇഞ്ചാണ് ഫുൾ ലെങ്ത്. കാരണം 37 ആണെങ്കിലും നമ്മൾ താഴെ ഫ്രില്ല് വെക്കുന്നുണ്ട്. ഫ്രില്ല് നമ്മളൊരു 6 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ 43 ഇഞ്ച് വരുന്നുണ്ട്. 43 എനിക്ക് വേണ്ട, ഒരു 42 41 ഇഞ്ച് മതി. തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഞാൻ 43 ഇഞ്ചാണ് ഫുൾ ലെങ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് അങ്ങനെ ആ 37ൻ്റെ അവിടെ വരച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം മേലിൽ നിന്ന് ഞാൻ ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്ന് നേരെ വരച്ച് ചരിച്ച് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്നിട്ട് ആ താഴത്തെ മാർക്ക് നമുക്കൊന്ന് വരച്ച് കൊടുക്കുക. ഒരുമിച്ച് വരച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ നേരെ വരച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആ പോയിൻറ്റിൻ്റെ അവിടെ അപ്പുറത്തെ സൈഡിൽ ഒരു 1 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രില്ലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ താഴത്തെ വശം തൂങ്ങിക്കിടക്കും. അതിന് വേണ്ടിയാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക, വീഡിയോ കാണിച്ചേക്കുന്ന പോലെ. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് കറക്റ്റ് തയ്യൽ തുമ്പിൻ്റെ വരയിൽ കൂടെ ആയിരിക്കണം കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് കയറിപ്പോകരുത്. താഴെ ഇനി ആ ഷേപ്പ് ചെയ്തിരിക്കുന്ന വരയിൽ കൂടെ വേണം വരച്ചെടുക്കാൻ. അങ്ങനെ നമുക്ക് മൊത്തത്തിലെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഈ പീസ് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം
നമുക്കിനി ഫ്രില്ല് തയ്ക്കാനുള്ള പാർട്സ് നമുക്ക് കട്ട് ചെയ്യാം. അത് ഞാൻ ആ ഡിസൈൻ വരുന്ന ഭാഗമാണ് ഞാൻ ഫ്രില്ലിനായിട്ട് എടുക്കുന്നത്. പ്ലെയിൻ വരുന്ന ഭാഗം ഞാൻ കൈ വെട്ടാനായിട്ട് എടുക്കുവാണ്. അപ്പോഴത്തേക്ക് ആ ഫ്രില്ല് വരുന്നത് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഒത്തിരി പീസ് കിട്ടും, ഇച്ചിരി കൂട്ടി അടിക്കണമെന്നേ ഉള്ളൂ, അങ്ങനെയാണ് തയ്ക്കേണ്ടി വരുന്നത്. ഇനി നമുക്കത് ഞാനൊരു 6 ഇഞ്ച് വീതിയിലാണ് ഫ്രില്ല് എടുക്കുന്നുള്ളൂ. 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 6 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 6 ഇഞ്ച് വീതിയായി എടുക്കുന്നത്. ലെങ്ത് നമുക്ക് എത്ര പീസ് കിട്ടുന്നോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. താഴത്തെ പീസ് ഞാൻ അളന്ന് കൊടുക്കുവാണ്, പക്ഷേ അത് 6 ഇഞ്ച് കിട്ടുന്നില്ല. സാരില്ല, നമുക്കത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്കത് മാർക്ക് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മൾ എല്ലാ പീസും ഞാൻ അടുത്ത വേറൊരു പീസ് ഞാനങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ പീസും കട്ട് ചെയ്തെടുക്കാം. ഈ ഡിസൈൻ വരുന്ന എല്ലാ പാർട്സും നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ നെക്ക് ഡിസൈനുള്ള ഭാഗമാണ് കൊടുക്കുന്നത്, അതിന് വേണ്ടി ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് എടുക്കാം. സ്ലീവിൻ്റെ നീളം ഞാനിവിടെ 6 ഇഞ്ചാണ് എടുക്കുന്നത്. ഞാൻ പഫ് സ്ലീവ് ഒന്നും വെക്കുന്നില്ല, സാധാ സ്ലീവാണ് വെക്കുന്നത്. 6 ഇഞ്ച് എടുക്കുന്ന അതിന് നേരെ നമുക്ക് അങ്ങോട്ടൊരു 10 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കൊരു 9.5 ഇഞ്ചൊക്കെ മതി, ഞാൻ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് നേരെ അത് വരച്ച് കൊടുത്തതിന് ശേഷം മേളിൽ നിന്ന് താഴേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. 3 ഇഞ്ച് 2 പീസ് വെക്കണം. ഞാൻ ഒരു പീസേ വെച്ചുള്ളായിരുന്നു, ഇപ്പോൾ രണ്ടാമത്തെ പീസ് എടുത്ത് വെച്ചതാണ്. അപ്പോൾ 2 പീസ് വെച്ചതിന് ശേഷം 3 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്ക് കൈവണ്ണം വേണ്ടുന്നത് 6.2 അത് ഞാൻ അടയാളപ്പെടുത്തി അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കുകയാണ്. ഇനി ഞാൻ ആ 10 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഞാൻ അങ്ങനെ ഒരു പോയിൻറ്റിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് കറക്റ്റാണോ ഞാൻ അടയാളപ്പെടുത്തിയെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ പീസ് കട്ട് ചെയ്ത് ആം ഹോളിൻ്റെ അവിടെ നമ്മൾ ഷോൾഡർ കുത്തിയടിക്കുന്ന പോയിൻറ്റ് മാറ്റിയതിന് ശേഷം ആ ഭാഗം നമ്മളിങ്ങനെ പിടിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാർക്കിങ്ങിലൂടെ നമുക്ക് ആ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് എല്ലാ പോയിൻറ്റും നോക്കി വെട്ടുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് വശം നമുക്കൊന്ന് കുഴിച്ച് വെട്ടാം. അതിന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ മാർക്ക് ചെയ്തതിന് ശേഷം ആ ഭാഗമൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ സ്ലീവിൻ്റെ കട്ടിങ് മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ബാക്കി വശം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ 5 ഇഞ്ചാണ് ഇറക്കം എടുക്കുന്നത്, 2.5 ഇഞ്ചാണ് വിഡ്ത്ത് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് അവിടെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. ഞാനിവിടെ യൂനെക്കാണ് എടുക്കുന്നത്, ഇച്ചിരി വൈഡായിട്ടാണ് വെട്ടിയെടുക്കുന്നത്. ഞാൻ വീഡിയോ കാണിച്ചേക്കുന്ന പോലെ വെട്ടിയെടുക്കുക. അങ്ങനെ നമ്മളുടെ അതിൻ്റെ ബാക്ക് വശം നമ്മൾ വെട്ടിയതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് ആം ഹോളിൻ്റെ അവിടെ നമുക്കൊന്ന് കുഴിച്ച് വെട്ടണം. അതും കൂടെ കുഴിച്ച് വെട്ടി കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.